വീണ ജോർജ് കൊല്ലപ്പെടുകയാണെങ്കിൽ, മരിക്കുകയാണെങ്കിൽ അതിൻ്റെ പാപഭാരം മുഴുവൻ അവിടെ KSUക്കാരെ തലയിൽ കയറ്റിവെക്കാം. അങ്ങനെ അവരെ കൊന്ന് ഭയങ്കരമായി പരിക്കേറ്റിട്ടാണ് അവർ മരണപ്പെട്ടതെന്ന് വരികയും കേരളത്തിൽ സിമ്പതി വേവ് കൊണ്ടുവരും എന്നുള്ള ഒരു ഒരു തിയറി കൊണ്ടുവന്ന് പിണറായി വിജയൻ അപ്ലൈ ചെയ്യാനൊക്കെ ശ്രമിക്കുമ്പോഴാണ് അതിനുള്ള ഗൂഢശ്രമങ്ങൾ പരിയാരം മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് നടക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോഴാണ് വീണ ജോർജിനെ ഒരു നേഴ്സ് ബോധപൂർവം ഇത് വളരെ രഹസ്യമായി അറിയിക്കും, നിങ്ങൾ വേഗം സ്ഥലം വിട്ടോ, അല്ലെങ്കിൽ നിങ്ങളെ ജീവൻ അപകടത്തിലാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻഫർമേഷൻ കൊടുത്തു എന്നാണ് പറയുന്നത്. അവിടെ നിന്ന് ജീവനും കൊണ്ട് ഓടിയ ഒരാൾ പുലർക്കാലത്ത്, ആരും അറിയാത്ത സമയത്ത്, ഒരു കുട്ടി അറിയാത്ത സമയത്ത് പുലർക്കാലത്ത് അവർ പുറപ്പെട്ട് അതിവേഗത്തിൽ ഓടിച്ച് അവർക്ക് ഒരു അസുഖം ഉണ്ടായിരുന്നില്ല. അവർ 120-150 കിലോമീറ്റർ വേഗതയിലാണ് കടന്നു പോകുന്നത്. നമസ്കാരം. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനെ ഒരു പറ്റം KSU പ്രവർത്തകർ ആയുധവുമായി എത്തി റെയിൽവേ സ്റ്റേഷനിൽ അവരുടെ കഴുത്തിന് വെട്ടി അവരെ കൊല്ലാൻ ശ്രമിച്ചു എന്ന രീതിയിൽ ഒരു നറേഷൻ ഉണ്ടാക്കി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ താല്പര്യപ്രകാരം KSU പ്രവർത്തകർക്കെതിരെ കേസെടുത്ത് പോലീസ് അക്ഷരാർത്ഥത്തിൽ വെട്ടിലായിരിക്കുന്നു. വധശ്രമത്തിനാണ് KSU പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ പോലീസിന്റെ ഭാഷ്യം ഇങ്ങനെയാണ്. FIR രേഖപ്പെടുത്തിയിരിക്കുന്നത്, കൊല്ലട എന്ന് ആക്രോശിച്ചുകൊണ്ട് മന്ത്രിക്ക് നേരെ ഏതോ ഒരു ആയുധവുമായി KSU പ്രവർത്തകർ പാഞ്ഞെടുക്കുന്നു. പോലീസിനെ കണ്ണുവെട്ടിച്ചുകൊണ്ട് മന്ത്രിയുടെ ഗൺമാനെ അടിച്ചു വീഴ്ത്തി ഏതോ ഒരു ആയുധം കൊണ്ട് മന്ത്രിയുടെ കഴുത്തിൽ വെട്ടുന്നു. മന്ത്രിക്ക് കഴുത്തിന് മാരകമായി പരിക്കേറ്റു. പോലീസ് ഉടനടി ഈ അക്രമകാരികളെ കസ്റ്റഡിയിലെടുത്തു. മന്ത്രിക്ക് നേരെ നടന്നത് വധശ്രമം തന്നെയാണ്. കൊല്ലട എന്നുള്ള ആക്രോശം ഉയർത്തിക്കൊണ്ടാണ് KSU പ്രവർത്തകരായവർ മന്ത്രി വീണ ജോർജിന്റെ നേരെ പാഞ്ഞെടുത്തത് എന്നാണ് പോലീസ് FIR-ൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ഇവിടെ ഈ കേസ് ഒരു കാരണവശാലും നിലനിൽക്കില്ല. വധശ്രമ കുറ്റം KSU പ്രവർത്തകർക്ക് നേരെ പോലീസ് ചുമത്തിയിരിക്കുന്നത് പിണറായി വിജയന്റെ താല്പര്യപ്രകാരം തന്നെയാണ്. എന്നാൽ പിണറായി വിജയന്റെ താല്പര്യപ്രകാരം തുള്ളിയ പോലീസുകാർ ഇപ്പോൾ വെട്ടിലായിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം മെഡിക്കൽ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു വീണ ജോർജിന്റെ. കണ്ണൂർ ജില്ലാ ആശുപത്രിയിലാണ് ആദ്യം വീണ ജോർജിനെ പ്രവേശിപ്പിച്ചത്. പിന്നീട് മുഖ്യമന്ത്രി കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ എത്തുകയും വീണ ജോർജിനെ കണ്ടതിനു ശേഷം CPM-ന്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലുള്ള പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് വീണ ജോർജിനെ മാറ്റുകയായിരുന്നു. മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് അതിവിദഗ്ധമായ ചികിത്സ നൽകുന്നതിന് വേണ്ടിയാണ് വീണ ജോർജിനെ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നത് എന്നാണ് മുഖ്യമന്ത്രി അടക്കമുള്ള സ്പീക്കർ അടക്കമുള്ള ആളുകൾ പറഞ്ഞത്. വീണ ജോർജിന്റെ കഴുത്തിലെ കശേരുക്കൾക്ക് റെയിൽവേ സ്റ്റേഷനിൽ നടന്ന ആക്രമണത്തിൽ, അതായത് ആക്രമണകാരികളുടെ ആയുധം ഏതോ ആയുധം കൊണ്ടുള്ള വെട്ടിൽ കഴുത്തിന്റെ കശേരുക്കൾ തെറ്റി എന്നൊക്കെയാണ് അന്ന് MB ഗോവിന്ദൻ മാസ്റ്റർ അടക്കമുള്ള ആളുകൾ പറഞ്ഞ് പ്രചരിപ്പിച്ചത്. എന്നാൽ മെഡിക്കൽ റിപ്പോർട്ട് പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ ആയുധം ഉപയോഗിച്ച് വീണ ജോർജിന്റെ കഴുത്തിൽ വെട്ടിയ യാതൊരു പാടും ഉണ്ടായിരുന്നില്ല എന്ന് പരിയാരം മെഡിക്കൽ കോളേജിലെ തന്നെ വിദഗ്ധ ഡോക്ടർമാരുടെ മെഡിക്കൽ ബോർഡ് സാക്ഷ്യപ്പെടുത്തിയ മെഡിക്കൽ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. വീണ ജോർജിന്റെ അവരുടെ കഴുത്തിലെ മസിൽസിന് ക്ഷതം സംഭവിച്ചിട്ടുണ്ട്. വീണ ജോർജ് വർഷങ്ങൾക്ക് മുൻപ് പിടലി വേദനയുമായി ബന്ധപ്പെട്ട് ചികിത്സ തേടിയിട്ടുണ്ടായിരുന്നു. ആ അവസ്ഥയിലുണ്ടായിരുന്ന ചികിത്സയുണ്ടായിരുന്ന കഴുത്ത് പെട്ടെന്നുള്ള സമ്മർദ്ദം മൂലം എവിടെ നിന്നെങ്കിലും ആരുടെയെങ്കിലും സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊരു ക്ഷതം പറ്റിക്കാണാം. അത് മാത്രമാണ് വീണ ജോർജിനുള്ളത് എന്നാണ് മെഡിക്കൽ റിപ്പോർട്ടിലുള്ളത്. ഏതെങ്കിലും ആയുധം വെച്ച് അവരെ ആക്രമിച്ചതായ യാതൊരു പാടുകളും അവരുടെ ശരീരത്തിലില്ല, കഴുത്തിലില്ല എന്ന് മെഡിക്കൽ റിപ്പോർട്ട് വരുമ്പോൾ കൊല്ലട എന്ന് ആക്രോശിച്ചുകൊണ്ട് KSU പ്രവർത്തകർ ഏതോ ഒരു ആയുധം കൊണ്ട് വീണ ജോർജിന്റെ കഴുത്തിൽ വെട്ടി എന്ന പോലീസിന്റെ ഭാഷ്യം അക്ഷരാർത്ഥത്തിൽ തള്ളിപ്പോകുന്നു. ഈ കേസ് കോടതിയിലേക്ക് എത്തുമ്പോൾ പ്രതികൾക്കെതിരെ വധശ്രമം നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ മെഡിക്കൽ റിപ്പോർട്ടിൽ ഇവർക്ക് നേരെ വധശ്രമം നടന്നിരുന്നു, പരിശോധനയിൽ അതിന്റെ പാടുകൾ കണ്ടു, ഗുരുതരമായ അവസ്ഥയിലായിരുന്നു രോഗി എന്നുള്ള മെഡിക്കൽ റിപ്പോർട്ട് ഉണ്ടായിരിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ ഏതായുധം വെച്ചാണ് മന്ത്രിയെ അതായത് പ്രതികൾ എന്ന് ആരോപിക്കപ്പെടുന്ന KSU പ്രവർത്തകർ ആക്രമിച്ചത്, ആ ആയുധം കണ്ടെത്താൻ പോലീസ് ആവണം. ഇത് രണ്ടും സാധിച്ചിട്ടില്ല. ഏതോ ഒരു ആയുധം എന്നാണ് പറയുന്നത്. 5 KSU പ്രവർത്തകർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. അവിടെ മന്ത്രി വീണ ജോർജിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരുൾപ്പെടെ കേരള പോലീസിന്റെ ഏതാണ്ട് 50ഓളം പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഉണ്ടായിട്ടും 5 പേർ മന്ത്രിക്ക് നേരെ ഏതോ ഒരു ആയുധം കൊണ്ട് അവരുടെ കഴുത്തിൽ വെട്ടുമ്പോൾ ആ ആയുധം ഈ പ്രതികളെ കീഴ്പ്പെടുത്തി ആയുധം കണ്ടെത്തുവാൻ, പിടിച്ചെടുക്കുവാൻ എന്തുകൊണ്ട് പോലീസിന് സാധിച്ചില്ല? അതോ അക്രമകാരികൾക്ക് പോലീസും കൂട്ടുനിൽക്കുകയായിരുന്നോ എന്നാണ് ഇപ്പോൾ ജനം ചോദിക്കുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ അക്രമകാരികളുടെ കയ്യിൽ നിന്നും എന്തുകൊണ്ടാണ് 50ഓളം വരുന്ന പോലീസ് സംഘം 5 പ്രതികളെ കീഴ്പ്പെടുത്തി അവരുടെ കയ്യിലുണ്ടായിരുന്ന ഏതോ ആയുധം എന്ന് പോലീസ് പറയുന്ന ആ ആയുധം എന്തുകൊണ്ട് പോലീസ് പിടിച്ചെടുത്തില്ല? പോലീസ് അക്രമകാരികളെ പിടിച്ചു, അതായത് കരിങ്കൊടിയുമായി വീണ ജോർജിന്റെ നേരെ നീങ്ങിയ അക്രമകാരികളെ എന്ന് പോലീസ് വിശേഷിപ്പിക്കുന്ന KSU പ്രവർത്തകരെ അവർ
ഉറുമ്പടക്കം, അതായത് കേസ് പ്രവർത്തകർക്ക് ശ്വാസം വിടാൻ പോലും പറ്റാത്ത രീതിയിൽ ഓരോ പ്രവർത്തകരെയും 10-15 പോലീസുകാർ ഒരുമിച്ച് ചേർന്ന് പിടിച്ച് അമക്കി കൊണ്ടുപോകുന്ന കാഴ്ച ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. എന്നാൽ ഇവരിൽ ഒരാൾ പോലും വീണ ജോർജിന്റെ അടുത്തേക്ക് എത്തുന്ന ഒരു ദൃശ്യവും ഇന്നോളം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഏതാണ്ട് 57ഓളം CCTV സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിൽ എവിടെയും നിന്ന് വീണ ജോർജിന്റെ അരികിലേക്ക്, അതായത് ഒരു 6 അടി നീളമുള്ള വടി കയ്യിൽ പിടിച്ച് ആ വടി കൊണ്ട് വീണ ജോർജിനെ അടിക്കാൻ ശ്രമിച്ചാൽ പോലും ആ വടിയുടെ അപ്പുറത്ത് പോലുമായിരുന്നു വീണ ജോർജ്. അതായത് അക്രമകാരികൾ എന്ന് പോലീസ് വിശേഷിപ്പിക്കുന്ന KSU പ്രവർത്തകർ അവർക്ക് നേരെ കരിങ്കൊടിയുമായി പാഞ്ഞെടുത്തപ്പോൾ അവരിൽ നിന്നും ഏതാണ്ട് 10-12 അടി മാറിയാണ് വീണ ജോർജ് നിലകൊണ്ടത് എന്നാണ് വീഡിയോ ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ധാരാളം ചാനൽ പ്രവർത്തകർ അവിടെ ഉണ്ടായിരുന്നു. അവരുടെ മാധ്യമ പ്രവർത്തകരുടെ ക്യാമറകളിൽ നിന്നും വീണ ജോർജിനെ അക്രമകാരികൾ ഏതോ ഒരു ആയുധം കൊണ്ട് കഴുത്തിന് വെട്ടുന്ന ഒരു ദൃശ്യവും ഒരു മാധ്യമത്തിന്റെയും കൈരളി ഉൾപ്പെടെയുള്ള ദൃശ്യമാധ്യമങ്ങളിൽ നിന്നും അത്തരം യാതൊരു തരത്തിലുള്ള വിഷ്വൽസും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് KSU പ്രവർത്തകർക്കെതിരെ വധശ്രമം കുറ്റം ചുമത്തിക്കൊണ്ട് പോലീസ് കേസെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയാത്തത്. ഇത് നിലനിൽക്കില്ല എന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. മെഡിക്കൽ റിപ്പോർട്ടും അതുപോലെ തന്നെ മെഡിക്കൽ റിപ്പോർട്ട് പോലീസിനെതിരാവുന്നു, പോലീസിന്റെ FIR-നെതിരാവുന്നു. അതുപോലെ ആയുധം കണ്ടെത്താൻ സാധിക്കാത്തതും FIR റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതും പോലീസിനെതിരാവുന്നു. മാത്രമല്ല ഒരു തരത്തിലുള്ള CCTV ദൃശ്യങ്ങളിൽ നിന്നോ ചാനൽ മാധ്യമങ്ങളുടെ ദൃശ്യങ്ങളിൽ നിന്നോ ക്യാമറകളിൽ നിന്നോ KSUക്കാർ മന്ത്രിയെ ആക്രമിക്കുന്നതിന്റെയോ കഴുത്തിന് വെട്ടുന്നതിന്റെയോ ദൃശ്യങ്ങളില്ല. അതുകൊണ്ട് തന്നെ വധശ്രമ കുറ്റം നിലനിൽക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നിയമവൃത്തങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്ന് കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ KSU പ്രവർത്തകർ ജാമ്യ ഹർജി സമർപ്പിക്കുമ്പോൾ അവരും ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത് തന്നെയാണ്. ജാമ്യ ഹർജിയിൽ കൊടുത്തിരിക്കുന്ന അപേക്ഷയോടൊപ്പം പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും ദൃശ്യമാധ്യമങ്ങളിൽ ഞങ്ങൾ മന്ത്രി വീണ ജോർജിന്റെ അടിയിലേക്ക് എത്തുന്ന ഏതെങ്കിലും ഒരു ദൃശ്യം ഹാജരാക്കാൻ അവർക്ക് കഴിയുമെങ്കിൽ സാധിക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ ഇക്കാര്യത്തിൽ നിരപരാധിയാണ് എന്ന് ജാമ്യ ഹർജിയിൽ KSU വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. എന്നാൽ പോലീസ് സമർപ്പിക്കുന്ന കുറ്റപത്രത്തിൽ ഏത് തരത്തിലുള്ള കുറ്റപത്രമായിരിക്കും ഈ കുട്ടികൾക്കെതിരെ സമർപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചോദിക്കുന്നത്. പ്രോസിക്യൂഷൻ എന്ത് തരത്തിലുള്ള വാദമായിരിക്കും ഈ കുട്ടികൾക്കെതിരെ ഉയർത്താൻ പോകുന്നത് എന്നുള്ളതാണ് ചോദ്യം. 8 മാസങ്ങൾക്ക് മുമ്പ് പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിലെ വിദഗ്ധന്മാരായ ഡോക്ടറിൽ നിന്നും കഴുത്ത് വേദനയ്ക്ക് ചികിത്സ തേടിയിട്ടുണ്ടായിരുന്നു വീണ ജോർജ് എന്ന് പഴകുളം മധു ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നും വ്യക്തമാക്കി. വെല്ലൂർ മെഡിക്കൽ കോളേജിൽ 1.5 വർഷം മുമ്പ് വീണ ജോർജ് ഒരു ശസ്ത്രക്രിയയ്ക്ക് വിധേയമായിട്ടുണ്ടായിരുന്നു. അതെല്ലാം എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളത് പഴകുളം മധു ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ തന്നെ വീണ ജോർജിന് കഴുത്തിന് ചികിത്സ തേടിയിട്ടുണ്ടായിരുന്നു, പിടലി ഒളുക്കിന് ചികിത്സ തേടിയിട്ടുണ്ടായിരുന്നു എന്ന് പരിയാരം മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സും പറയുമ്പോൾ ആ മെഡിക്കൽ റിപ്പോർട്ടിൽ അത് സൂചിപ്പിക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് ഇവിടെ വധശ്രമം നടന്നതിന് തെളിവ് നൽകാൻ പോലീസിന് സാധിക്കുക? അതുകൊണ്ട് തന്നെ വധശ്രമം ഈ കേസിൽ നിലനിൽക്കില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൊല്ലട എന്ന് ആക്രോശിച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ ഓഡിയോ ക്ലിപ്പുകളും പോലീസിന് ഇതുവരെയും ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല. ഒരു CCTV ദൃശ്യങ്ങളിലും അത് ഇതുവരെയും പതിഞ്ഞിട്ടില്ല. ഇതിനിടയിൽ നിർണായകമായ മറ്റ് ചില നീക്കങ്ങൾ പുറത്തു വരുന്നു, അല്ലെങ്കിൽ നിർണായകമായ അപകടകരങ്ങളായ ദുസൂചകങ്ങളായ ചില വാർത്തകൾ പുറത്തു വരുന്നു. CPM-ന്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലുള്ള പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് യാതൊരു തരത്തിലും ഒരു പരിക്കുമില്ലാത്ത വീണ ജോർജിനെ മുഖ്യമന്ത്രി നേരിട്ടിടപെട്ട് മാറ്റിയത് KSUക്കാർ ആക്രമിച്ചതിന്റെ തൽഫലമായി വീണ ജോർജ് കൊല്ലപ്പെട്ടു എന്ന തരത്തിൽ ഒരു വാർത്തയുണ്ടാക്കുന്നതിന് വേണ്ടി തന്നെയായിരുന്നു. വീണ ജോർജ് പരിയാരം മെഡിക്കൽ കോളേജിൽ വെച്ച് കൊല്ലപ്പെടുമായിരുന്നു എന്നുള്ള ഗൗരവതരമായ നിഗൂഢമായ ഒരു വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവിടെയുള്ള ഏതോ സ്റ്റാഫ് നേഴ്സിൽ നിന്നും വീണ ജോർജ് ഈ വിവരം മനസ്സിലാക്കി തന്നെ അപായപ്പെടുത്തുവാൻ ഒരു നീക്കം നടത്തുന്നുണ്ട്. KSU പ്രവർത്തകരുടെ ആക്രമണത്തിൽ വീണ ജോർജ് രക്തസാക്ഷിയാകുകയും ആ രക്തസാക്ഷിത്വം ഉയർത്തിക്കാണിച്ചുകൊണ്ട് 2026 വോട്ട് നേടി ജയിക്കുവാൻ വേണ്ടി ആരൊക്കെയോ ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഫലമായി ADM നവീൻ ബാബുവിന് നേരിട്ടതുപോലെയുള്ള ഒരു ദുരൂഹ മരണം വീണ ജോർജിന് ഉണ്ടാകും പരിയാരം മെഡിക്കൽ കോളേജിൽ വെച്ച് എന്ന് ആരോ അവർക്കൊരു ദുസൂചന നൽകിയതിന്റെ പേരിലാണ് രായ്ക്ക് രായ്മാനം നേരം വെളുക്കുന്നതിന് മുമ്പ് അസ്വാഭാവികമായി IC യൂണിറ്റിൽ നിന്നും വീണ ജോർജ് തലയൂരി രക്ഷപ്പെട്ടത് എന്നാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. ഒരു കാര്യം വ്യക്തമാണ്, സാധാരണഗതിയിൽ IC യൂണിറ്റിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന ഒരു രോഗിയെ നേരെ IC യൂണിറ്റിൽ നിന്നും ഒരു കാരണവശാലും ഡിസ്ചാർജ് ചെയ്യില്ല. 2 ദിവസം കഴിഞ്ഞിട്ട് സാധാരണഗതിയിൽ നോർമൽ കണ്ടീഷനിലായി അവർ വാർഡിലേക്ക് മാറ്റിയതിനു ശേഷമൊക്കെയാണ് സാധാരണ ഡിസ്ചാർജ് ചെയ്യാറുള്ളത്. അങ്ങനെയാണെങ്കിൽ പോലും IC യൂണിറ്റിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു മന്ത്രിയാണ് അവർ എന്നുണ്ടെങ്കിൽ പോലും ഓഫീസ് ടൈമിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ.
ഇതൊന്നും ചെയ്യാതെ മന്ത്രി രായ്ക്ക് രായ്മാനം നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് CPM-ന്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലുള്ള മെഡിക്കൽ കോളേജിൽ നിന്നും അവർ രായ്ക്ക് രായ്മാനം രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഡിസ്ചാർജ് വാങ്ങി പോന്നിട്ടുണ്ടെങ്കിൽ കേൾക്കുന്ന അഭ്യൂഹങ്ങൾക്ക് അല്ലെങ്കിൽ ദുരൂഹമായ വാർത്തകൾക്ക് അടിസ്ഥാനമുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. വീണ ജോർജിനെ പരിയാരം മെഡിക്കൽ കോളേജിൽ വെച്ച് വധിക്കുവാൻ ആരൊക്കെയോ നിഗൂഢ ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അത് മണത്തെറിഞ്ഞ് അവിടുത്തെ ഏതോ ഒരു സ്റ്റാഫ് നേഴ്സാണ് വീണ ജോർജിന് ഈ വിവരം ചോർത്തിക്കൊടുത്തത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതീവ രഹസ്യമായി തന്നെ പ്രചരിക്കുന്ന ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വീണ ജോർജ് അവിടുന്ന് രക്ഷപ്പെട്ടത്. അല്ല എന്നുണ്ടെങ്കിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു രക്തസാക്ഷിയെ കൂടി ഇടതുപക്ഷം ഉയർത്തി കാണിക്കുമായിരുന്നു എന്നാണ് ഇപ്പോൾ പൊതുമാധ്യമങ്ങളിൽ രാഷ്ട്രീയ നിരീക്ഷകരെല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത്. അതെന്ത് തന്നെയായാലും വീണ ജോർജ് രക്ഷപ്പെട്ടിരിക്കുന്നു. കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് പത്തനംതിട്ടയുള്ള അവരുടെ വീട്ടിലേക്ക് അവർ ഏതാണ്ട് ഒരു കാറിൽ സഞ്ചരിക്കണം എന്ന് പറയുമ്പോൾ പ്രാണനും വാരി പിടിച്ചുകൊണ്ട് അവർ ഓടുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും വീണ ജോർജ് രായ്ക്ക് രായ്മാനം പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് രക്ഷപ്പെട്ടത് പിണറായി വിജയന്റെ മുഖത്ത് കിട്ടിയ കനത്ത പ്രഹരം തന്നെയാണ്. പിണറായി വിജയന്റെ കണക്കൂട്ടലുകൾ എല്ലാം തെറ്റിയിരിക്കുന്നു. കാരണം വീണ ജോർജിനെ KSU പ്രവർത്തകർ ആക്രമിച്ച് അവശയാക്കിയിരിക്കുന്നു. അതിന്റെ പാപഭാരം മുഴുവൻ പ്രതിപക്ഷ നേതാവായ VD സതീശന്റെ തലയിൽ കെട്ടിവെച്ച് ഈ തെരഞ്ഞെടുപ്പിൽ അത്തരം ഒരു നേട്ടമുണ്ടാക്കാൻ ലാക്കാക്കിയിരുന്ന പിണറായി വിജയനും ഇടതുപക്ഷത്തിനും വീണ ജോർജിന്റെ പ്രവൃത്തി തിരിച്ചടിയായി. പകരം പറഞ്ഞു കേൾക്കുന്നത് വീണ ജോർജ് തന്റെ വധശ്രമത്തിൽ നിന്നും അതിനിഗൂഢമായ രീതിയിൽ എവിടെ നിന്നോ അത് ചോർന്നു കിട്ടി, ആ വാർത്ത ചോർന്നു കിട്ടി, അതുകൊണ്ട് അവർ രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇതിന്റെ സത്യാവസ്ഥ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും ഒരു കാര്യം വാസ്തവമായിരിക്കുന്നത്, വീണ ജോർജ് രായ്ക്ക് രായ്മാനം രക്ഷപ്പെടുകയാണ് ചെയ്തത്. KSU പ്രവർത്തകർക്കെതിരെ കേസെടുത്ത പോലീസും അക്ഷരാർത്ഥത്തിൽ വെട്ടിലായിരിക്കുന്നു. മെഡിക്കൽ റിപ്പോർട്ടിൽ വീണ ജോർജിനെ ആയുധം വെച്ച് വെട്ടിയതിന്റെ യാതൊരു തരത്തിലുള്ള തെളിവുകളുമില്ല എന്ന് പരിയാരം മെഡിക്കൽ കോളേജിലെ തന്നെ ഡോക്ടർമാർ അവരുടെ മെഡിക്കൽ റിപ്പോർട്ടിൽ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഏതോ ഒരു ആയുധം വെച്ച് ആക്രമിച്ചു എന്ന് പോലീസ് പറയുമ്പോൾ ആയുധം കണ്ടെത്താൻ സാധിക്കാതെ പോലീസ് നിൽക്കുന്നു. അക്ഷരാർത്ഥത്തിൽ ഇത് പിണറായി വിജയന് വേണ്ടി കെട്ടിച്ചമച്ച കേസാണ് എന്നുള്ള വിവരം പുറത്തു വരുമ്പോൾ വീണ ജോർജും പിണറായി വിജയനുമെല്ലാം അക്ഷരാർത്ഥത്തിൽ നാണം കെട്ട് നാറി ജനങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇനിയും ഈ വിഷയത്തിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം. പരിയാരം മെഡിക്കൽ കോളേജ് ഒരു അധോലോക മാഫിയ കേന്ദ്രമാണെന്ന് ഞാൻ അന്നേ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതേപോലെയാണ് നമ്മുടെ നവീൻ ബാബുവിൻ്റെ മരണത്തിലും ഇവിടെ വെച്ച് പോസ്റ്റ്മോർട്ടം നടത്തി അതൊരു ആത്മഹത്യയാക്കി ചിത്രീകരിച്ചു. യഥാർത്ഥത്തിൽ അത് കൊലപാതകമാണെന്നുള്ള ധാരാളം തെളിവുകൾ ഉണ്ടായിരുന്നു. അതെല്ലാം മാറ്റിപ്പറിച്ചുകൊണ്ടാണ് അത് ഒരു ആത്മഹത്യയായി ചിത്രീകരിച്ചത്. അങ്ങനെയുള്ള പരിയാരം മെഡിക്കൽ കോളേജ് മാർക്സിസ്റ്റ് നേതാക്കന്മാരുടെ ഗുണ്ടാ മാഫിയ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാണ്. അവിടെയാണ് വീണ ജോർജിനെ കൊണ്ടുപോയത്. ജില്ലാ ആശുപത്രി എത്തിയപ്പോൾ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അവിടെ നടത്തിയ ടെസ്റ്റുകളിലൊന്നും ഇവർക്ക് യാതൊരു കുഴപ്പമില്ല എന്നുള്ള റിപ്പോർട്ടാണ്. ഉടൻ തന്നെ അവിടെ നിന്ന് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയതോടുകൂടി അവിടെ ചില ദുരൂഹമായ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള വിവരങ്ങൾ ക്രൈമിന് കിട്ടിയിരുന്നു. അത് കൃത്യമായി പറഞ്ഞാൽ അവർക്ക് വന്ന ബുള്ളറ്റിൻ തന്നെ വായിച്ചാൽ മനസ്സിലാവും. എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവർക്ക് പൂർണ്ണ വിശ്രമമാണ്, അവർക്ക് യാതൊരു കാരണവശാലും യാത്ര ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുള്ള ബുള്ളറ്റിൻ ലംഘിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് വീണ ജോർജ് ആരും അറിയാതെ പുലർക്കാലത്ത് ഉടനെ റിലീവ് വാങ്ങി സ്ഥലം വിട്ടത്? അതിനൊരു കാരണമാണ് അവർക്ക് കൃത്യമായി അവിടെയുള്ളൊരു നേഴ്സ് വിവരം അറിയിച്ചു. നിങ്ങളെ കൊല്ലാനുള്ള ചില പ്ലാനുകൾ ഉണ്ടെന്നുള്ള വിവരമാണ് അറിയിച്ചത് എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് അവിടെ മെല്ലെ കൊല്ലുക, ഈ കൊന്നതിൻ്റെ പരിപൂർണത്തിന് പ്രതിപക്ഷത്തിന് തലയിലിടുക, അങ്ങനെ ഒരു രക്തസാക്ഷി പരിവേഷം ഉണ്ടാവുക. വീണ ജോർജിനെ കൊന്നിട്ട് കേരളത്തിൽ രക്തസാക്ഷി പരിവേഷം ഉണ്ടാക്കി അത് വലിയ കൊടുങ്കാറ്റാക്കി മാറ്റുക, അങ്ങനെ ഭരണം പിടിച്ചെടുക്കുക. വീണ ജോർജ് കൊല്ലപ്പെടുകയാണെങ്കിൽ, മരിക്കുകയാണെങ്കിൽ അതിൻ്റെ പാപഭാരം മുഴുവൻ അവിടെ KSUക്കാരെ തലയിൽ കയറ്റിവെക്കാം. അങ്ങനെ അവരെ കൊന്ന് ഭയങ്കരമായി പരിക്കേറ്റിട്ടാണ് അവർ മരണപ്പെട്ടതെന്ന് വരികയും കേരളത്തിൽ സിമ്പതി വേവ് കൊണ്ടുവരും എന്നുള്ള ഒരു കള്ള ഒരു തിയറി കൊണ്ടുവന്ന് പിണറായി വിജയൻ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് അതിനുള്ള ഗൂഢശ്രമങ്ങൾ പരിയാരം മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് നടക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോഴാണ് വീണ ജോർജിനെ ഒരു നേഴ്സ് ബോധപൂർവം ഇത് വളരെ രഹസ്യമായി അറിയിക്കുന്നു, നിങ്ങൾ വേഗം സ്ഥലം വിട്ടോ, അല്ലെങ്കിൽ നിങ്ങളെ ജീവൻ അപകടത്തിലാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻഫർമേഷൻ കൊടുത്തു എന്നാണ് പറയുന്നത്. അവിടെ നിന്ന് ജീവനും കൊണ്ട് ഓടിയ ഒരാൾ പുലർക്കാലത്ത് ആരും അറിയാത്ത സമയത്ത്, ഒരു കുട്ടി അറിയാത്ത സമയത്ത് പുലർക്കാലത്ത് അവർ പുറപ്പെട്ട് അതിവേഗത്തിൽ ഓടിച്ച് അവർക്ക് ഒരു അസുഖം ഉണ്ടായിരുന്നില്ല. അവർ 120-150 കിലോമീറ്റർ വേഗതയിലാണ് കടന്നു പോകുന്നത്.